വിനായക് ദാമോദർ സവർക്കർ ശിക്ഷ ഇളവിനായി 10 തവണ ദയാഹർജി സമർപ്പിച്ചിരുന്നുവെന്ന ബന്ധു സത്യകി സവർക്കറുടെ വെളിപ്പെടുത്തൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ ഒരു വിഷയത്തെ വീണ്ടും സജീവമാക്കുകയാണ്. വർഷങ്ങളായി ചരിത്രകാരന്മാർക്കിടയിലും രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലും നിലനിന്നിരുന്ന വാദപ്രതിവാദങ്ങൾക്ക് പുതിയൊരു മാനം നൽകുന്നതാണ് ഈ സമ്മതപത്രം. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ കഠിനമായ തടവ് അനുഭവിച്ചിരുന്ന കാലത്താണ് സവർക്കർ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മുന്നിൽ തുടർച്ചയായി അപേക്ഷകൾ സമർപ്പിച്ചത്. ഈ ഹർജികളിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച വ്യവസ്ഥകളും ബ്രിട്ടീഷ് അധികൃതരോട് കാട്ടിയ അനുസരണവും സ്വാതന്ത്ര്യ സമരത്തിലെ അദ്ദേഹത്തിന്റെ പങ്കിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ശക്തമാക്കാൻ കാരണമാകുന്നു. സവർക്കറുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നവർ ഇതിനെ കാണുന്നത് അക്കാലത്തെ ജയിൽ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വന്ന ശേഷം സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ വീണ്ടും സജീവമാകാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ്. ജയിലിലെ കൊടിയ പീഡനങ്ങളിൽ നിന്നും മോചനം നേടി പുറത്തിറങ്ങി രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് പിന്നിലെന്നും ഇവർ വാദിക്കുന്നു. സവർക്കറെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു മാപ്പ് അപേക്ഷയല്ല, മറിച്ച് ശത്രുവിന്റെ തന്ത്രങ്ങളെ അതേ നാണയത്തിൽ നേരിടാനുള്ള ഒരു ഉപായമായിരുന്നുവെന്ന് അവർ വിശ്വസിക്കുകയാണ്. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് മാപ്പിരന്നുകൊണ്ട് ശിക്ഷ ഇളവ് നേടിയ നടപടി വിപ്ലവകാരിക്ക് ചേർന്നതല്ല എന്നാണ് വിമർശകർ ഒരേ സ്വരത്തിൽ പറയുന്നത്. സ്വാതന്ത്ര്യ സമര പോരാളികൾക്കിടയിൽ ഇത്തരമൊരു കീഴ്വഴക്കമില്ല എന്നും ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചവർ മരണം പോലും വരിച്ചിട്ടുണ്ട് എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സത്യകി സവർക്കറുടെ ഈ വെളിപ്പെടുത്തൽ സവർക്കറുടെ ജീവിതത്തെയും രാഷ്ട്രീയത്തെയും കുറിച്ച് നിലനിന്നിരുന്ന വൈരുദ്ധ്യങ്ങളെ വീണ്ടും മുന്നിലെത്തിക്കുകയാണ്. ചരിത്രം എന്നത് കേവലം വസ്തുതകളുടെ നിരയല്ല, മറിച്ച് അത് വ്യാഖ്യാനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നതിനുള്ള തെളിവാണ് സവർക്കറെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ. ഒരേ സംഭവത്തെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ ഭാഗമായുള്ള തന്ത്രമായും അതല്ല എങ്കിൽ സമരത്തിൽ നിന്നുള്ള പിന്മാറ്റമായും വ്യാഖ്യാനിക്കാൻ സാധിക്കും. എന്തുതന്നെയായാലും ദയാഹർജികളുടെ എണ്ണം സംബന്ധിച്ച് ബന്ധു തന്നെ സ്ഥിരീകരണം നൽകിയതോടെ സവർക്കറുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ചും വിപ്ലവ വീര്യത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വരുന്ന ആളുകളിലും വലിയ രാഷ്ട്രീയ പ്രാധാന്യം ലഭിക്കും എന്നത് ഉറപ്പാണ്.